കെ.സി. വേണുഗോപാലിനും അതുപോലെ തന്നെ വി.ഡി. സതീശനും ഒപ്പം കൂടിയ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വലിയ ആശങ്കയിലാണുള്ളത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയെ മേയറാക്കാൻ പോലും പറ്റാത്തവർക്ക് എങ്ങനെ തങ്ങൾക്ക് നിയമസഭാ സീറ്റുകൾ വാങ്ങിത്തരാൻ പറ്റുമെന്നതാണ് ഈ ചേരിയിലെ നേതാക്കളുടെ ഒരു പ്രധാന ആശങ്ക എന്ന് പറയുന്നത്. ദീപ്തിയെ മേയറാക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് കെ.സി. വേണുഗോപാൽ ഇടപെട്ടിട്ട് മത്സരിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ദീപ്തിക്ക് ചില ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. ഒരു ഘട്ടത്തില് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് വരെ വി.ഡി. സതീശൻ പരസ്യമായി നിലപാട് എടുക്കുക വരെ ചെയ്തിരുന്നു. എന്നാൽ സാമുദായിക പിന്തുണയുള്ള എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ സതീശന്റെയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിന്റെയും താല്പര്യങ്ങൾ കൂടിയാണ് ഹനിക്കപ്പെട്ടിരിക്കുന്നത്. ഐ ഗ്രൂപ്പിനെ പിളർത്തി പുറത്തു വന്ന കെ.സിയും സതീശനും സ്വന്തം നിലയ്ക്ക് രണ്ട് വിഭാഗങ്ങളെയാണ് സംസ്ഥാനത്ത് നയിക്കുന്നത്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നേതാക്കളെ എ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ഐ ഗ്രൂപ്പിൽ നിന്നും ഒപ്പം കൂട്ടാനും ഇരുവർക്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇവരുടെ വലയിൽ ചാടിയവരാണ് ഇപ്പോൾ ദീപ്തി വീണതോടെ പിടച്ചു തുടങ്ങിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ സീറ്റ് ലഭിച്ചാൽ പോലും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പാലം വലിക്കുമോ എന്നോ വലിയൊരു ആശങ്കയും ഇവർക്കിടയിലുണ്ട്. എന്തിനേറെ പറയുന്ന കെ.സി. വേണുഗോപാലിനും സതീശനും വരെ ഈ ഭയം ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വാശി പിടിച്ച് ദീപ്തിയെ മേയറായി പ്രഖ്യാപിക്കാൻ സതീശനും കെ.സിയും വിചാരിച്ചാൽ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു സാഹസം കാട്ടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആദ്യ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഭയന്നാണ് ഇത്തരം ഒരു നീക്കം കെ.പി.സി.സിയും ഐ.സി.സിയും എടുക്കാതിരുന്നത് എന്ന് വേണം കരുതാൻ. ദീപ്തിയാണ് മേയറായി പാർട്ടി പ്രഖ്യാപിച്ചതെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ബദൽ മേയർ സ്ഥാനാർത്ഥിയെ ഇറക്കാനായിരുന്നു ഐ ഗ്രൂപ്പുകളുടെ പ്ലാന്. കൗൺസിലർമാരുടെ എണ്ണത്തിൽ ബഹുഭൂരിപക്ഷവും ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഫലം എന്തായിരിക്കുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്തായാലും ഒടുവിൽ ഇപ്പോൾ മേയർ കസേര കണ്ട് മത്സരിച്ച ദീപ്തി മേരി വർഗീസിന് വെറും കൗൺസിലറായി ഒതുങ്ങിപ്പോകേണ്ട ഗതികേടാണുള്ളത്. ഇതോടെ ശരിക്കും പെട്ടിരിക്കുന്നത് വി.ഡിയും കെ.സിയും തന്നെയാണ്. ഒപ്പമുള്ളവരുടെ ആശങ്ക അകറ്റാൻ ഇവർക്ക് ഇനിയും കഴിഞ്ഞില്ലെങ്കിൽ കൂടെയുള്ളവരും കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത.